പുലിമുരുകനും തോപ്പിൽ ജോപ്പനും ഏറ്റുമുട്ടുമ്പോൾ വിജയം ലാലിനോ മമ്മൂട്ടിക്കോ? 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരേ ദിവസം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പടങ്ങൾ ഒരുമിച്ച് കേരളത്തിൽ റിലീസാകുന്നത്. മുമ്പ് മോഹൻലാലിന്റെ ദേവാസുരത്തിന്റെ 2ാം പതിപ്പ് രാവണപ്രഭുവും മമ്മൂട്ടിയുടെ രാക്ഷസരാജാവുമായിരുന്നു ഒന്നിച്ചെത്തിയ ലാൽ മമ്മൂക്ക ചിത്രങ്ങൾ. 2 മഹാനടന്മാരുടെ ഈ ചിത്രങ്ങൾ ആരാധകർ വൻ വിജയമാക്കിയതിനു ശേഷമാണ് 2016 സെപ്റ്റംബർ 7-ന് ഇരുവരുടെയും ചിത്രങ്ങൾ ഒരേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പോരാട്ടവീര്യവും കുടുംബബന്ധങ്ങളുടെ ഊഷ്മളതയുമാണ് മുരുകന്റെ ബോക്സ് ഓഫീസ് വേട്ട ഇന്നു മുതൽ. ഇന്ത്യയൊട്ടുക്കുള്ള 331 തിയേറ്ററുകളിൽ എന്ന തലക്കെട്ടോടെ പുലിമുരുകൻ വരുമ്പോൾ മമ്മൂട്ടിയുടെ തോപ്പിൽ ജോപ്പന്റെ കടന്നുവരവ് ഇപ്രകാരമായിരുന്നു. ഈ ചിത്രം ലളിതമാണ്, സുന്ദരമാണ്, ഒത്തിരി സന്തോഷങ്ങളും ഇച്ചിരി സങ്കടങ്ങളുമായി നിങ്ങളെ ചിരിപ്പിക്കാൻ ജോപ്പനെത്തുന്നു എന്ന തലക്കെട്ടിൽ. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പുലിമുരുകൻ ടോമിച്ചൻ മുളകുപാടം കോടികൾ മുടക്കിയെടുത്തപ്പോൾ ജോപ്പൻ ജോണി ആന്റണി ലളിതമായാണ് ഒരുക്കിയത്. വൈശാഖ് ടോമിച്ചന്റെ കോടികൾ പുലിമുരുകനായി ചിലവാക്കിയപ്പോൾ ഇന്നുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത പല അത്ഭുതങ്ങളും ലാലേട്ടൻ കാണിച്ചു. ഉദയ് കൃഷ്ണയുടെ കഥയ്ക്ക് സംവിധാനമൊരുക്കിയ വൈശാഖ് പീറ്റർ ഹെയ്ൻ എന്ന വിലപിടിപ്പുള്ള സ്റ്റണ്ട് മാസ്റ്ററെ തന്നെ ഇറക്കി ലാലേട്ടനെ പോരാളിയാക്കാൻ. ഗോപി സുന്ദറിന്റെ തീം സോങ്ങും പുലിമുരുകന്റെ ഗെറ്റപ്പും കൊണ്ട് പടം വൻ ഹിറ്റിലേക്ക് കുതിക്കുമ്പോൾ മമ്മൂട്ടിയുടെ തോപ്പിൽ ജോപ്പനും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത്. കോട്ടയം കുഞ്ഞച്ചൻ സ്റ്റൈലിലെത്തിയ മമ്മൂക്ക ആഡ് ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ ചിരിപ്പിച്ചും സങ്കടപ്പെടുത്തിയുമാണ് മുന്നേറുന്നത്. മലയാള സിനിമയെ ആ പഴയ പ്രതാപകാലത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോയ, ദൈവം അഭിനയിക്കാൻ മാത്രമായി അനുഗ്രഹിച്ചുവിട്ട ഈ 2 സൂപ്പർ താരങ്ങളെയും നമുക്ക് നമിക്കാം. കോടികൾ മുടക്കി വിസ്മയം തീർത്ത പുലിമുരുകനും അത്ര വലിയ കോടികൾ മുടക്കാതെയെടുത്ത തോപ്പിൽ ജോപ്പനും 2 അനുഭവങ്ങളായി നമുക്ക് കണ്ടാസ്വദിക്കാം. 2 ചിത്രങ്ങളും വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ച് ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.